ഹെയ്സൻബർഗ് പറഞ്ഞു പ്രകൃതിയെ ഒരു പരിധി വരെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം നിരീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രകൃതി വേഷം മാറും. ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണം, അത് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ. ഈ ചുറ്റുപാട് കാണുന്നത് മുഴുവൻ ചൈതന്യമാണ്, ആ ചൈതന്യമാണ് എന്നിലും. വെള്ളത്തിൽ ബോധമുണ്ട്, വായുവിൽ ബോധമുണ്ട്, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ ഒക്കും? മഹാവിഷ്ണു എന്ന് പറയുന്ന ചൈതന്യമാണ്. നേരത്തെ പറഞ്ഞ കാറ്റഗറി അവധൂതാവസ്ഥയാണ്. അവധൂതാവസ്ഥയാണ്. ഈ പ്രപഞ്ചത്തിലാകെ ഋഷിമാര് താന്ത്രിക വിദ്യയിൽ കൂടെ ചിന്തിച്ചു, താന്ത്രികവും പൂജാകർമ്മ, അതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. എന്താ തരംഗപതനം എന്ന് പറയാം. ഇത് ഫിസിക്സാണ് ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഐൻസ്റ്റൈൻ പറഞ്ഞു ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യം നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തന്നെ സോൾവേ സമ്മേളനം വെച്ചു. അപ്പോൾ സോൾവേ സമ്മേളനം യൂറോപ്പിൽ നടന്നു. അവരിത് വ്യാഖ്യാനിച്ചു, ഇത് കോൺഷ്യസ്നെസ് അല്ല ഇതിൻ്റെ കാര്യം, ക്യാമറ വെച്ചാലും ഈ പറയുന്ന പ്രതിഭാസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതായത് പ്രകാശരശ്മികളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. രണ്ട് സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സുഷിരമല്ല, ഒരു നീളത്തിലുള്ള രണ്ട് സ്ലിറ്റ് എന്ന് തന്നെ പറയുന്നതായിരിക്കും മലയാളം വേർഡ് ഉണ്ടാവാം. പ്രകാശത്തിന് രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഒന്നുകിൽ അത് തരംഗമായിട്ട് സഞ്ചരിക്കാം, അല്ലെങ്കിൽ അത് പാർട്ടിക്കിളായിട്ട് സഞ്ചരിക്കാം, കണികയായിട്ട് അത് വീഴുകയാണ്, ഫോട്ടോൺസ്. അപ്പോൾ ഇത് പ്രകാശം ഏത് സ്ലിറ്റിൽ കൂടിയാണ് കടന്നു പോകുന്നുള്ള ശ്രമത്തിന് അറിയാൻ വേണ്ടിയിട്ട് അവർ ക്യാമറ വെച്ചു, അല്ലെങ്കിൽ അളക്കാൻ ശ്രമിച്ചു. ഇതിനെ അളക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഇത് വേഷം മാറി. പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷകൻ്റെ ഉദ്ദേശം മനസ്സിലാവും എന്നുള്ള രീതിയിൽ ഇത് ഒന്നുകിൽ തരംഗമായിട്ട് സഞ്ചരിക്കും, അല്ലെങ്കിൽ കണികയായിട്ട് സഞ്ചരിക്കും. അങ്ങനെ ഒരു വെർട്ടിക്കൽ ബാർ ഇടകലർന്ന് വെളിച്ചമുള്ളതും ഡാർക്കായിട്ടുള്ളതും കടന്നു. അതിന് പല രീതിയിൽ പരീക്ഷണം നടത്തി. അതിനെക്കുറിച്ച് പറഞ്ഞാൽ അല്പം ടെക്നിക്കാലിറ്റി ഉള്ളതാണ്. അപ്പം ഇത് വലിയ വിവാദമായി ശാസ്ത്രജ്ഞരുടെ ഇടയിൽ. അപ്പം വേവ് കൊളാപ്സ് എന്ന് പറയുന്ന കാര്യം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനുള്ള ശാസ്ത്രീയ മോഡലാണ് ഷ്രോഡിംഗർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കൊണ്ടുവന്നത്. അവിടെ ശാസ്ത്രജ്ഞന്മാർ രണ്ട് രീതിയിൽ പിരിഞ്ഞൊരു തർക്കങ്ങളായി. അങ്ങനെ നാളിതുവരെ 6 or 7 ഇൻ്റർപ്രിട്ടേഷൻസാണ് ഈ വേവ് കൊളാപ്സിനെ സംബന്ധിച്ച് ക്വാണ്ടം മെക്കാനിക്സിലുള്ളത്. അപ്പോൾ നമ്മളെപ്പോലെ ആത്മീയ അന്വേഷകർ ഇതിനകത്ത് വോൺ ന്യൂമാൻ വിഗ്നർ, ഞാനിത് പറയാൻ കാര്യം എന്നാൽ ഈ ശാസ്ത്രജ്ഞ മുറവിളി കൂട്ടുന്നവർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വോൺ ന്യൂമാൻ വിഗ്നർ പറഞ്ഞത് വേവ് കൊളാപ്സിനുള്ള കാരണം ബോധം, ശാസ്ത്രജ്ഞരുടെ ബോധാംശം ഇത് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് വേവ് കൊളാപ്സ് സംഭവിക്കുന്നതെന്നുള്ള 1931 തിയറിയാണ് ഞാൻ അല്ലെങ്കിൽ ആത്മീയവാദികൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിനു മുമ്പായിട്ട് ഓൾറെഡി മറ്റേ അനിശ്ചിതത്വം, ഹെയ്സൻബർഗിൻ്റെ അനിശ്ചിതത്വം എന്ന് പറഞ്ഞൊരു തത്വം ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ മാത്തമാറ്റിക്കൽ മോഡൽ ഉള്ളതാണ്. ഹെയ്സൻബർഗ് പറഞ്ഞു പ്രകൃതിയെ ഒരു പരിധി വരെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം നിരീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രകൃതി വേഷം മാറും. ആ വേഷം മാറ്റലാണ് ഫോട്ടോൺസ് നടത്തിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വോൺ ന്യൂമാൻ വിഗ്നർ, അദ്ദേഹം ലോറസ്റ്റാണ്, നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ഫിസിക്സിൽ. ഇതാണ് ഹൈന്ദവ തത്വങ്ങൾ അല്ലെ ബുദ്ധിസ്റ്റ് തത്വങ്ങളും ഈസ്റ്റേൺ തത്വങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന കാര്യം. അതായത് നമ്മൾ സകല വസ്തുക്കളിലും എന്തുണ്ട്? ബോധവും. മഹാവിഷ്ണുവിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. ബോധവും ബോധാംശവും ഉണ്ട്. പ്രപഞ്ചത്തിൽ ഉടനീളം ഈ ബോധാംശം അലിഞ്ഞു കിടക്കുകയാണ്. അതാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദദീപം കൊളുത്തി എന്ന് ഒരു പദ്യമുണ്ടല്ലോ. എല്ലാത്തിലും ഇങ്ങനെയൊരു ചൈതന്യമുണ്ട്. പരമാണു പൊരുളിലും പിന്നും നമ്മുടെ പ്രാർത്ഥനകൾ പലതും അങ്ങനെ ബന്ധപ്പെടും. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ധ്യാനത്തിൽ കൂടെയാണ് കാണാൻ സാധിക്കുന്നത്. ധ്യാനത്തിൽ കൂടെയും സമാധി അവസ്ഥയിലായി കഴിയുമ്പോൾ ഈ സകലത്തിലും കാണുന്ന ചൈതന്യം നമുക്ക് തിരിച്ചറിയാനൊക്കും. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ഞാൻ എന്നുള്ള അഹങ്കാരം, ഈഗോ തോന്നരുത്. അഥവാ ഞാനെന്ന ഭാവം ഉണ്ടെങ്കിൽ സകലത്തിലും ഞാൻ തന്നെയാണ് അതാണല്ലോ അഹം ബ്രഹ്മാസ്മി. ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണം, അത് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ. നാരായണായ നമഃ. ആ പ്രാർത്ഥന എഴുത്തച്ഛനാണ്. പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നറിയാമോ? സകലത്തിലും ഞാൻ എന്താണ്? ചൈതന്യമാണ്. അപ്പം സമാധി അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ചുറ്റുപാട് കാണുന്നത് മുഴുവൻ ചൈതന്യമാണ്, ആ ചൈതന്യമാണ് എന്നിലും. ഞാനും ചൈതന്യം തന്നെ, അല്ലാതെ എൻ്റെ കണ്ണാടിയോ
കയ്യോ കാലോ ശരീരമോ മനസ്സോ ഒന്നും സകലത്തിലും ചൈതന്യമാണെന്ന് വരുന്നു. അതിനാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കോൺഷ്യസ് യൂണിവേഴ്സ് എന്നായി പറയുന്നു. ഓക്കെ. ബോധം പേറുന്ന പ്രപഞ്ചം. ഓക്കെ. അപ്പം അതിനർത്ഥം ഈ ഗ്ലാസ്സിൽ ബോധമുണ്ട്, വെള്ളത്തിൽ ബോധമുണ്ട്, വായുവിൽ ബോധമുണ്ട്. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ നോക്കും? സമാധി അവസ്ഥയിലേക്ക് പോകണം, അതീവ ധ്യാനാവസ്ഥയിലേക്ക് വരണം. നിങ്ങൾ ധ്യാനാവസ്ഥയിൽ പോയിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ എടുത്ത് ചോദിക്കാൻ തോന്നുന്നില്ല രാഹുലിന്. ഞാൻ പോയിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളതും അനേകം ആൾക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതും ശ്രീനാരായണ ഗുരു തന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നും വേണ്ട, ശരിയായിട്ട് ധ്യാനിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർക്കും ആ പ്രാർത്ഥനയുടെ ധ്യാനത്തിൻ്റെ ഉത്തുംഗാവസ്ഥയിൽ നമ്മൾ ശരീരമല്ലെന്നും നമ്മൾ ഒരു ബോധം മാത്രമാണെന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഒരാനന്ദാവസ്ഥയുണ്ട്. പരമാനന്ദാവസ്ഥ എന്ന് പറയുന്നത് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. അതെനിക്കായിട്ടില്ല. പക്ഷേ ഇത് സാധാരണക്കാർ പലരും ധ്യാനം പഠിക്കുന്നവരുള്ളത് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് ആ 10 മിനിറ്റ് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ കൺവേർഷൻ ഉണ്ടായിപ്പോയി കഴിഞ്ഞാൽ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ ഇവർ 24 hours അങ്ങനെയുള്ളവർ ഇതൊന്നും കാണുന്നൊന്നുമില്ല. അവർ ഈ പണ്ടാരണ്ട് പറഞ്ഞ പോലെ സോംബികളുടെ കൂട്ടായിരിക്കും. മനസ്സിലായില്ലേ? ആ സകല ചൈതന്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഈ മഹാവിഷ്ണു എന്നുള്ളതിനെ നമ്മൾ വിവക്ഷിച്ചെടുക്കാൻ. മഹാവിഷ്ണു എന്ന് പറയുന്ന ചൈതന്യമാണ്. നേരത്തെ പറഞ്ഞ കാറ്റഗറി അവധൂതാവസ്ഥയാണോ? അവധൂതാവസ്ഥയാണ്. ഈ പ്രപഞ്ചത്തിലാകെ ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. ആ ചൈതന്യത്തിന് ഒരു വ്യക്തിത്വത്തിൻ്റെ പേരാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് സംബന്ധിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല പടങ്ങളും, ഇപ്പോൾ പ്രത്യേകിച്ച് AI അതുപോലെ ഈ പുതിയ വാട്സപ്പും വന്നതോടുകൂടി മഹാവിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ പല രീതിയിൽ കൊടുത്തിരിക്കുക. ശംഖുചക്രാദി ഇതൊക്കെ ആ ഒരു കാര്യത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുള്ള പുരാണങ്ങളാണ്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന പ്രപഞ്ചം കോൺഷ്യസ് ആണ്. ആ കോൺഷ്യസ് പ്രപഞ്ചത്തിന് നമുക്ക് വേണമെങ്കിൽ മഹാവിഷ്ണുവായിട്ട് അത് ഭൂമിയെ സംബന്ധിച്ച് പറയുമ്പോൾ മത്സ്യക്കൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച കൃഷ്ണഖണ്ഡി. അത് പരിണാമത്തിൻ്റെ അന്നത്തെ കാലത്തെ പരിണാമത്തെ സംബന്ധിച്ചിട്ടുള്ള അന്നത്തെ കാലത്ത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനായി പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക കഥയാണത്. അത് കഥയല്ല സത്യത്തിൽ. അത് പ്രകാരം ജീവൻ ആദ്യമായിട്ട് ഉടലെടുത്തത് കടലിലാണെന്ന് പറയുന്നത്. ആ കടലിലെ മത്സ്യത്തിന് പരിണാമമുണ്ടായി അത് കടലിലും കരയിലും ജീവിക്കുന്ന കൂർമ്മമായിട്ട് മാറി. അത് നമുക്കിപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നില്ലേ? ആ കൂർമ്മം പിന്നീട് വരാഹമായിട്ട് മാറും. വരാഹം എന്ന് പറയുന്നത് പിന്നെ കരയിൽ മാത്രമുള്ളൂ. അങ്ങനെ പരിണമിച്ച് പൂർണ്ണ അവസ്ഥയിലെത്തിയ ശ്രീകൃഷ്ണനാണ് എന്താണ് ദൈവത്തിൻ്റെ പ്രതീകരൂപമായി ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഉടലെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനോട് ഇടയ്ക്കുണ്ടായിട്ടുള്ള അവതാരങ്ങളൊക്കെ അതിൻ്റെ ലോവർ എന്താണ് മഹാവിഷ്ണുവിൻ്റെ ഫോംസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാനാണെങ്കിൽ മഹാവിഷ്ണു എന്ന് പറയുന്ന പ്രപഞ്ചമാകെ വ്യാപിച്ച് കിടക്കുന്ന ചൈതന്യമാണ്, മഹാചൈതന്യമാണ്. അതുതന്നെയാണ് ബ്രഹ്മൻ അല്ലെങ്കിൽ ദൈവം എന്ന് നമ്മൾ പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് ട്രാൻസിഡൻ്റൽ ഫീൽഡാണ്, ഗോഡ് ഫീൽഡ് എന്ന് വേണേൽ പറയാം. ആ ഗോഡ് ഫീൽഡ് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദു ആചാരപ്രകാരം പലതും നമുക്ക് റീസണബിളായിട്ട് തോന്നും. നമുക്കൊരു വൃക്ഷത്തെ ആരാധിക്കാം. ആ വൃക്ഷത്തിൽ ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെ മന്ത്രപ്രകാരവും മറ്റു വല്ല തന്ത്രവിദ്യകൾ പ്രകാരം ആ വൃക്ഷത്തിന് ജീവനുണ്ടാക്കുക. അതാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളുടെ ആധാരം. താന്ത്രികമാണ്. അവിടെയും ഈ പറയുന്ന ഫിസിക്സ് തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം അത് സാധാരണ തിരഞ്ഞെടുക്കുന്നത് ഒരു കരിങ്കലശിലയാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് കുളിപ്പിക്കുന്നുണ്ട്, പാലഭിഷേകം നെയ്യഭിഷേകം ഒക്കെ ചെയ്യുന്നുണ്ട്, തേഞ്ഞു പോകാതിരിക്കാനും അതിന് കൂടുതൽ ലോഞ്ചിവിറ്റിയുണ്ട്. അതിനും ചൈതന്യം ഉണ്ടല്ലോ. ഈ പറയുന്ന ഫോട്ടോൺസ്, ഇലക്ട്രോൺസ് ഉണ്ട്, ഫോട്ടോൺസ് ഉണ്ട്, അതിലെല്ലാം ചൈതന്യമുണ്ട്. അപ്പോൾ ഈ ചൈതന്യത്തിൻ്റെ കാര്യം കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഞാൻ ഹൈന്ദവാദർശം പറയുകയല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഹൈന്ദവരുടെ ആചാരാനുഷ്ഠാനം എങ്ങനെയാണെന്നുള്ള അഹൈന്ദവരായിട്ടുള്ള നിങ്ങളും മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് നിങ്ങൾ വേണം ചിന്തിക്കാൻ. ഈ ഒരു കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ദെയർ ഈസ് കോൺഷ്യസ്നെസ് ഇൻ ഈച്ച് ആൻഡ് എവരി പാർട്ടിക്കിൾ ഇൻ ദ ഹോൾ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ശിലകളിൽ, കരിങ്കൽ ശിലകളിൽ ചൈതന്യമുണ്ട്.
അത് ഹൈന്ദവ വിശ്വാസപ്രകാരം ഉറങ്ങിക്കിടക്കുന്ന ചൈതന്യം, ഓക്കെ, ഉണരുന്ന ചൈതന്യം, ഉണർന്ന ചൈതന്യം, നടക്കുന്ന ചൈതന്യം, അതിബോധാവസ്ഥ, ഇങ്ങനെ പല തട്ടുകളിൽ കൂടിയാണ് പരിണാമം സംഭവിച്ചിട്ടുള്ളത്. ഐ മേക്കിംഗ് മൈ സെൽഫ് ക്ലിയർ? ഓക്കെ ആണോ? അപ്പം ഒരു ശിലയിൽ ഇത് ഉറങ്ങിക്കിടക്കുകയാണ്, നത്തിങ് ഹാപ്പൻ. പക്ഷെ ആ ശിലയിലേക്ക് ആ ശില എങ്ങനെ നമുക്ക് ഉണർത്താമെന്നുള്ളതാണ് ഋഷിമാർ താന്ത്രിക വിദ്യയിൽ കൂടെ ചിന്തിച്ചു. താന്ത്രികവും പൂജാകർമ്മം, അതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു മൂലമന്ത്രം ജപിച്ചത് കൊണ്ട് നമ്മൾ അവിടെ അങ്ങ് പ്രതിഷ്ഠിക്കുക. എന്നിട്ട് ഞങ്ങൾ സങ്കല്പിക്കുകയാണ് ഇത് ഭദ്രകാളിയാണ്, അല്ലെ ഗണപതിയാണ്. ഇതൊക്കെ എന്താണ്? നമ്മൾ സങ്കല്പിക്കുന്ന ദൈവരൂപങ്ങളാണ്. ഓക്കെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്ത് നടന്ന സകല നിർമ്മിതികളും സങ്കല്പം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കെട്ടിടം ഒരാളുടെ സങ്കല്പത്തിലുണ്ട്. ആദ്യം ഇതിന്റെ ലാൻഡ് ഓണർ മനസ്സിൽ ഇങ്ങനെ കെട്ടിടം വേണം തീരുമാനിക്കുന്നു, എഞ്ചിനീയറോട് പറയുന്നു, അയാൾ ചിന്തിക്കുന്നു. അതെ, മനുഷ്യരാശിയും മൃഗങ്ങളും ഈ പറയുന്ന ജീവജാലങ്ങളും ഒന്നും ഇല്ലായിരുന്ന കാലത്ത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? ചെതലിന് സങ്കല്പം വന്നു, ചെതൽ സങ്കല്പിച്ച് ചെതൽ പുറ്റുണ്ടായി, ചെതൽ ജീവിക്കാൻ തുടങ്ങി അതിനകത്തല്ലേ. പിന്നെ പക്ഷികൾക്ക് സങ്കല്പം ഉണ്ടായി, പക്ഷികൾ വിചാരിച്ചു എനിക്ക് കൂട് കൂട്ടണം, ഇണയെ ആകർഷിക്കണം, അങ്ങനെ പെറ്റുപെരുകണം. മനുഷ്യൻ വന്നപ്പോഴത്തേക്ക് എന്തായി? സങ്കല്പങ്ങൾ കൊണ്ട് അവൻ പലതും നിർമ്മിച്ചു. സങ്കല്പങ്ങളുടെ ഘോഷയാത്ര. ഇപ്പോൾ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം AI വന്നതിന് സങ്കല്പം തന്നെ ഇവിടെ നടക്കുന്നു. അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന ഈ മഹായന്ത്രം ഉപയോഗിച്ച് സങ്കല്പിച്ച് നമുക്കത് എന്തും യാഥാർത്ഥ്യമാകാം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് ജംഗിയൻ ആർക്കിടൈപ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, അത് ഇച്ചിരി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ ശിലകളിൽ ജീവൻ വയ്ക്കുന്നത് അങ്ങനെയാണ്. അതാണല്ലോ കല്ലിൽ കൊത്തിവെച്ച കവിത നിന്റെ കനകച്ചിലങ്ക കിളിങ്ങിയതെങ്ങനെ വയലാറ് ആണെന്ന് തോന്നുന്നു, വാഴ്വ്യമായം എന്ന് പറയുന്നത്. എങ്ങനെ സംഭവിച്ചു? ഈ പ്രതിമ പെട്ടെന്ന് അത് കാണിക്കുന്നുണ്ട് മറ്റേ ചിത്രത്തിൽ. പെട്ടെന്ന് ഈ പ്രതിമ ശീലയായിട്ട് മാറി നൃത്തം ചെയ്യുക. ഹൗ ഇറ്റ് ഹാപ്പൻസ്? നമ്മുടെ സങ്കല്പവും കമ്മിറ്റ്മെൻറ്റുമാണ്. അതുകൊണ്ടാണ് ഡയറ്റി വർഷിപ്പിൽ ഈ താന്ത്രിക വിധി പ്രകാരം നിങ്ങൾ ഡയറ്റി എപ്പോഴും ഇങ്ങനെ എന്താണ് ജീവനുള്ള ഒരു ഡയറ്റ് എടുക്കും. അത് കാലക്രമേണ ആ ശക്തിയായിട്ട് മാറും. ഇതിന് ഉപോത്ബലകമായിട്ട് പറയുന്നത് രാമാനുജത്തിൻ്റെ കേസാണ്. ദ മേൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. ഹാർഡി എന്നായിരുന്നു രാമാനുജത്തിൻ്റെ പ്രൊഫസറുടെ പേര്. ആ രാമാനുജത്തിനെ അവിടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, രാമാനുജത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടുന്ന ഈ ഇക്വേഷൻസ് മുഴുവൻ കിട്ടുന്നതെന്ന് ചോദിച്ചു. 3700 ഇക്വേഷൻസാണ്. ഗണിതശാസ്ത്രം പഠിപ്പിച്ചവർക്കറിയാം ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്. സാധാരണ ഓൾജിബ്ര ഉപയോഗിച്ച് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ്റെ കാര്യം, ഒറിജിനൽ ഇക്വേഷനാണ് രാമാനുജം അങ്ങ് എഴുതുന്നത്. ദ മേൻ ഹൂ ന്യൂ ഇൻഫിനിറ്റി. അർത്ഥം മനസ്സിലാക്കിക്കണം. അതെനിക്ക് നമയ്ക്കൽ ഭഗവതി ഉപദേശിച്ചു തന്നാണ്. ഈ പറയുന്നത് ഇംഗ്ലണ്ടിലെ പത്രലേഖകർ അല്ലെ ആൾക്കാരുടെ മുമ്പ് വെച്ച് ഇതൊന്നും വിശ്വാസമില്ല. ഹാർഡി പറഞ്ഞു, ഇങ്ങനോട് എന്നാ പറയാനാണ്, വലിയ ലോകോത്തര മാത്തമാറ്റിക്സ്, ഫെർമാറ്റിൻ്റെയൊക്കെ മാത്തമാറ്റിക്സിൻ്റെ വേരിയേഷൻസാണ് പുള്ളി കൊണ്ടുവരുന്നത്. ഫെർമാറ്റ് കണ്ടുപിടിച്ച മാത്തമാറ്റിക്സിൻ്റെ വേരിയേഷൻസ് പലതിൻ്റെയും ആർക്കും അറിയാൻ മേലാത്ത മറുവശങ്ങളാണ് രാമാനുജൻ ഇക്വേഷൻസുള്ള. അങ്ങനെ 3700 എണ്ണമാണ് ഇദ്ദേഹം ഉണ്ടാക്കിയത്. ഞാൻ അങ്ങനെയാണ്, എനിക്ക് നമയ്ക്കൽ ഭഗവതി, അപ്പോൾ ഇവരുടെ അമ്മ ഈ നമയ്ക്കൽ ഭഗവതിയെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്. രാമാനുജത്തിന് അവിടെ നിന്ന് സ്വപ്നം ഉണ്ടായി, നീ പുറത്തേക്ക് പോകണം, പുറത്തേക്ക് പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ രാമാനുജൻ ഇത് പലതവണ ആവർത്തിച്ചു. അപ്പം ഇംഗ്ലണ്ടിലെ പത്രങ്ങളിൽ എഴുതി, ഇവിടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഗ്രാമീണനൊരുത്തിന് അവൻ്റെ ദൈവം പറഞ്ഞു കൊടുക്കുന്നതാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെലവ് ചെയ്ത് ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരുത്തണമെന്ന് പറഞ്ഞ് വിമർശിച്ചില്ല. 2ാം ലോകയുദ്ധകാലമാണ് എഴുതി. പക്ഷെ അതൊന്നും ഹാർഡി വകവച്ചില്ല. ഹാർഡി വെച്ചു, ഞാൻ ഇൻ്റർഫിയർ ചെയ്യാൻ പോകുന്നില്ല, ഇക്വേഷൻ ഇങ്ങോട്ട് പോരട്ടെ എന്നായി. അപ്പോൾ ലിറ്റിൽവുഡ് അങ്ങനെയുള്ള മഹാപ്രതിഭകളുണ്ട് അവിടെ. അവരൊക്കെ ചോദിച്ചോളൂ, ഇങ്ങനെയൊരു ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും, എങ്ങനെ ഇത്തരത്തിൽ ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിന് സ്വപ്നം കിട്ടുമായിരുന്നു. സ്വപ്നം കിട്ടിയിട്ട് ഇത് കാണിക്കുകയാണ് സ്വപ്നത്തിൽ കൂടെ ഇന്ന എഴുത്ത്. അത് മതി, പുള്ളി സ്ലേറ്റിലാണ് ഇത് മുഴുവൻ എഴുതുന്നത്. എഴുതി തുടയ്ക്കും. അങ്ങനെ എഴുതി. പിന്നെ അവിടെ ചെന്നപ്പോൾ സ്ലേറ്റ് ഇല്ലല്ലോ, കടലാസും പേനയാണ്. എഴുതി. അങ്ങനെയാണ് ഇത്രയും ഇക്വേഷൻസ്. ഇപ്പം ലോകം കണ്ടതിലെ ഏറ്റവും മഹത്തായ മാത്തമാറ്റീഷ്യൻസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫെർമാറ്റ്, രാമാനുജൻ, ഇങ്ങനെയുള്ളൊരു അപൂർവ ആൾക്കാരുള്ളൂ. അത് ചിലർ പറയുന്നത് രാമാനുജൻ്റെ അത്രയും വലിയൊരു മാത്തമാറ്റീഷ്യൻ ഉണ്ടായിട്ടില്ലെന്നും പറയുന്നവരുണ്ട്.
സ്വപ്നത്തിൽ കൂടെ ഡയറ്റി പ്രത്യക്ഷപ്പെടാവുന്നതല്ലേ? എന്തെല്ലാം കേസുകൾ ഇതുപോലെ കേട്ടിരിക്കുന്നു. മനസ്സിലായി. അപ്പം ഇതൊന്നും വിശ്വസിക്കാതെ കണ്ട്, അങ്ങ് തിരസ്കരിക്കാതെ കണ്ട്, ഇത് ഗവേഷണമാണ്, ഇതിലൊരു അതിന്മേൽ പഠിക്കാൻ ശ്രമിക്കുക, സംഭവ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുകൂടി നിങ്ങൾ മുഴുവനായിട്ട് വിശ്വസിക്കണം. മനസ്സിലായി. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം മഹാവിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഞാനൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.